സിറിയയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങിയതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ ആക്രമണം നടത്തി, വലിയ മരണങ്ങൾ നടത്തി. ഇപ്പോഴും ലെബനാൻ്റെ പല മേഖലകളിൽ 5ഓളം മേഖലകളിൽ നിലവിൽ ഇസ്രായേൽ സൈന്യം അവിടെയുണ്ട്. ഈ ഒരു വിഷയം ഗൗരവപരമായ സംഭവമായിട്ട് മാറിയതോട് കൂടിയിട്ടാണ് ഇറാൻ അമേരിക്കയുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചയോടനുബന്ധിച്ച് ലെബനാനിനെ ഉൾക്കൊള്ളിക്കണം എന്ന കാര്യം പറഞ്ഞത്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ വിഷയങ്ങളൊക്കെ നടന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഒരാഴ്ചയായി രണ്ടാമത്തെ തവണയാണ് ആക്രമണം നടത്തിയത്. തുർക്കി അതിർത്തിയോട് ചേർന്നുള്ള സിറിയയുടെ പ്രദേശത്തിൽ നിരന്തരം എന്ന തരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് ബഷർ അസദിൻ്റെ കാലത്തിന് ശേഷം 2024 ഡിസംബർ 8 ബഷർ അസദ് അവിടുന്ന് രാജ്യം വിട്ടു പോകുന്നത്, ആ ഭരണ സംവിധാനം വീഴുന്നത്. അത് ഷിയ ഭരണ സംവിധാനമായിരുന്നു. ഇറാൻ്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു, റഷ്യയുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് അഹമ്മദ് അൽ ഷറ ജൂലാനി വലിയ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് സൈനികരെയും കൂടി ആനയിച്ചുകൊണ്ട് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് യാത്ര ചെയ്ത് നമുക്കറിയാവുന്നതാണ്. അതൊക്കെ HTS എന്ന് പറയുന്ന സംഘടനയാണ് അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത്, ഹയാത്ത് തഹ്രീം അൽ-ഷാം എന്ന് പറയുന്നത്. ഇത് അൽ-ഖ്വയ്ദയുമായിട്ട് ബന്ധമുള്ളതാണ്. അത് അൽ-ഖ്വയ്ദയുമായിട്ട് ബന്ധമുണ്ട് എന്നതിനാൽ തന്നെ ഈ പറയപ്പെട്ട ജൂലാനിക്ക് $10 മില്യൺ തലക്ക് ഇനാം പ്രഖ്യാപിച്ച നേതാവാണ്, അല്ലെങ്കിൽ അൽ-ഖ്വയ്ദയുടെ സമുന്നതനായ നേതാവാണ് ഈ പറയപ്പെട്ട ജൂലാനി എന്ന് പറയുന്ന ആൾ. അങ്ങനെ അത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് ഈ പറയപ്പെട്ട ഈ ഭീകരവാദി എന്ന് പറയുന്ന ആൾ തന്നെ സിറിയയുടെ പ്രസിഡൻ്റായി വരുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? അമേരിക്ക പിന്തുണച്ചു എന്ന് മാത്രമല്ല, മുൻപ് പ്രഖ്യാപിക്കപ്പെട്ടത് റദ്ദാക്കുന്നു. രാജ്യത്തെ വികസനത്തിന് വേണ്ടിയിട്ട് വലിയ പണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. 2025 ജനുവരി 29 ഇദ്ദേഹം അധികാരത്തിലിരുന്നത്. 2024 ഡിസംബർ 8 ബഷർ അസദ് രാജ്യം വിട്ടുപോകുന്നു. രാജ്യം വിട്ടുപോയതിന് ശേഷം പിന്നീട് കുറച്ചൊരു നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ അമേരിക്കൻ സൈനികരും ബന്ധപ്പെട്ടവരൊക്കെയാണ് ഒരു നിയന്ത്രിച്ചത് എന്നൊക്കെ പറയുന്നു, ഇവർ സംയുക്തമായ രീതിയിൽ. പിന്നെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്തതാണ് ഇപ്പോൾ ജനുവരി 29 2025 ജനുവരി 29. അപ്പോൾ പിന്നീടുള്ള ഇയാൾ അധികാരമേറ്റ ഉടനെ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതികഠിനമായിരിക്കുന്ന ആക്രമണ പരമ്പര ഇസ്രായേൽ സിറിയക്ക് നേരെ നടത്തി. അതിന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഭീകര ക്യാമ്പുകളാണ് തങ്ങൾ ആക്രമിച്ചത് എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ ആയുധങ്ങളും ആയുധശേഖരവും കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ആക്രമണം നടത്തിയത്. അതായത് രാജ്യത്തിൻ്റെ ഏകദേശം 30% ആയുധങ്ങൾ ഇസ്രായേൽ തകർത്തു എന്നാണ് അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സംഭവം അമേരിക്ക നോക്കുകുത്തിയായി നോക്കിയത്. അമേരിക്കയുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ചില റിപ്പോർട്ടിനകത്ത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിലാണ് ചെയ്തത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഓഗസ്റ്റ് 18 അത് ഈ മാസമാണ്. ഈ ഓഗസ്റ്റ് 18 അബു അൽ ദുഹൂർ എന്ന് പറയുന്ന വിമാനത്താവളം ഇസ്രായേൽ ആക്രമിക്കുന്നു. അതാണ് ഈ ആഴ്ചത്തെ തുടക്കം. പിന്നീട് ഓഗസ്റ്റ് 22 ഡമാസ്കസിലുള്ള പ്രധാനമായിരിക്കുന്ന അതായത് ബൈത്ത് ജിന്ന് എന്ന് പറയുന്ന പ്രദേശം ആക്രമിച്ച് തകർക്കുന്നു. അതിൽ വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യോമത്താവളത്തിൽ തുർക്കി സൈന്യം ഉണ്ടെന്നും തുർക്കിയുടെ സൈന്യം ഈ വ്യോമത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാക്ടിക്കൽ നടത്തുന്നുണ്ട് എന്നുമാണ് ഇസ്രായേലിൻ്റെ ആരോപണം. പക്ഷേ ഇതൊക്കെ വെറുതെ ഒരു ആരോപണം മാത്രമാണ്, തെളിയിക്കാൻ വേണ്ടി സാധിക്കില്ല. തെളിയിക്കാൻ വേണ്ടിയിട്ട് തുർക്കി വെല്ലുവിളിച്ചിട്ടുണ്ട്, സിറിയ വെല്ലുവിളിച്ചിട്ടുണ്ട്. വെല്ലുവിളി തന്നെ ഉള്ളൂ, അതവർ തെളിയിക്കാനൊന്നും പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് സിറിയയിലെ പല മേഖലകളിലും ഇസ്രായേലിന് സൈനിക സാന്നിധ്യമുണ്ട്. ബഷർ അസദിൻ്റെ കാലത്ത് സിറിയയിൽ എവിടെയും ഇസ്രായേലിന് സാന്നിധ്യമില്ലായിരുന്നു. ഇസ്രായേൽ ആക്രമിക്കും, അപ്പോൾ സിറിയ തിരിച്ചടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. കൊടുത്തും വാങ്ങിയുമാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ കുനൈക്ര എന്ന് പറയുന്ന സ്ഥലം, 2 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. കുനൈക്ര പറയുന്നുണ്ട്, മൗണ്ട് ഹെർമോൺ എന്ന് പറയുന്ന സ്ഥലം, ദാറ എന്ന് പറയുന്ന സ്ഥലം, ദമാസ്കസിൻ്റെ ഗ്രാമപ്രദേശം, പിന്നീട് ഗോലാൻ കുന്ന്. ഈ ഭാഗങ്ങളെല്ലാം
ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യമുണ്ട്. അവർ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ ഭാഗത്ത് സൈനിക ശക്തി കൂട്ടി വരുന്നു. ഗോലാൻ കുന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചതാണ്. ഒരു ഭാഗം ഇസ്രായേലിൻ്റെ കൈവശം, ഒരു ഭാഗം സിറിയയുടെ കൈവശം, മൂന്നാമത്തെ ഒരു ഭാഗം UN-ൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വലിയ അവകാശം ഉന്നയിച്ചതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ അവരുടെ സൈനികരും സംവിധാനങ്ങളും വെച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന ഭാഗം. ഇങ്ങനെ 3 തരത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ അന്ന് വിഭജിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2024 ഡിസംബർ 8 ബഷർ അൽ അസദിൻ്റെ ഭരണം വീഴുകയും അദ്ദേഹം റഷ്യയിലേക്ക് അഭയം തേടി പോവുകയും ചെയ്തതോട് കൂടിയിട്ട് സിറിയക്കകത്തേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം കൂട്ടത്തോടെ കൂടി വരികയും ഈ 3 മേഖലയും പിടിച്ചെടുക്കും. 3 മേഖല പിടിച്ചെടുക്കുക, ഒരു മേഖല അവർ കൈവശത്തിലാണ്. സിറിയയുടെ മേഖലയും അതോടൊപ്പം തന്നെ UN-ൻ്റെ മേഖലയും പിടിച്ചെടുത്ത് അവരുടെ അവകാശത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലേക്ക് അത് മാറ്റി. ഇത് അമേരിക്ക ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് അമേരിക്കയുടെ സൈനികൾ അവിടെ ഉണ്ടായിരിക്കെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരഭിപ്രായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്തിനാണ് സിറിയയെ ആക്രമിക്കുകയും സിറിയയിൽ സൈനിക സാന്നിധ്യം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ സിറിയക്ക് നേരെ ആക്രമിക്കുമെന്ന് ഭയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ തുർക്കി കേന്ദ്രീകൃതമായിരിക്കുന്ന അല്ലെങ്കിൽ തുർക്കിയുടെ അതിർത്തി പങ്കിടുന്ന സിറിയയുടെ മേഖല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു തുർക്കിക്ക് ഒരു ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. തുർക്കിയെ ഒന്ന് പേടിപ്പിക്കുക. അങ്ങനെ ആ സമയത്ത് എന്താ, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി നടത്തില്ല എന്നുള്ളതാണ് അനുമാനം. അപ്പോൾ ഈ ഇസ്രായേലിന് എന്താ ഉദ്ദേശം, അവർക്ക് ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ആഗ്രഹവും താല്പര്യവുമാണ്. അത് 2025 തന്നെ ഈ വലിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ 2025 2024 UN അസംബ്ലിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്ലേ കാർഡ് ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ ഞങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ളതാണ്. ദൈവം എന്നെ അതിന് നിയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്രാജ്യമാക്കിയിട്ട് വലുതാക്കണം. അതിന് എതിർ നിൽക്കുന്നവരുടെ മേൽ തങ്ങൾ ആധിപത്യം ഉണ്ടാക്കും. അപ്പോൾ അവർ എണ്ണീറ്റുണ്ട്. ഈജിപ്ത് എണ്ണീറ്റുണ്ട്, അതിർത്തി പങ്കിടുന്ന രാജ്യം. സിറിയ എണ്ണീറ്റുണ്ട്, അതിർത്തി പങ്കിടുന്ന രാജ്യം. ലെബനാൻ എണ്ണീറ്റുണ്ട്, അതിർത്തി പങ്കിടുന്ന രാജ്യം. ഈ ജോർദാൻ എണ്ണീറ്റുണ്ട്, അതിർത്തി പങ്കിടുന്ന രാജ്യം. പാലസ്തീനിലെ ഗസ ആണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും സംഭവ രാജ്യമാണ്, സ്വയംഭരണാവകാശമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ അധികാര കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയാമെന്നല്ലാതെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ മേഖല നോക്കുന്ന സമയത്ത് ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്ന, എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളും പ്രദേശങ്ങളും ഏതാണ് എന്നുള്ളത് അവർ പഠിക്കും. അത് പഠിക്കുന്ന സമയത്ത് ഒന്ന് ഗസയാണ്. ഗസ ഏറെക്കുറെ ശാന്തമായി, വെടിനിർത്തലാണെങ്കിൽ പോലും ഇപ്പോൾ യുദ്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സംഭവം ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും. രണ്ടാമത്തേത് ആയുധം വെച്ച് കീഴടങ്ങാത്ത രീതിയിൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ലെബനാൻ. ആ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. അപ്പോൾ ഈ ലെബനാൻ എതിർക്കാൻ പാടില്ല, ലെബനാൻ ഇങ്ങോട്ട് എതിർക്കാൻ പാടില്ല. എതിർക്കുന്നിടത്തോളം ആ ഭാഗത്തേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യണം. അങ്ങനെ ആ സമയത്ത് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി വളരെ എളുപ്പത്തിൽ അവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. ആ പ്രയാസം അവർക്കുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ നീട്ടി കൊണ്ടുപോവുക, ആ മേഖല അപ്പാടില്ലാതാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ശാന്തതയുണ്ട്. ഉണ്ടെങ്കിൽ പോലും 5ഓളം ഗ്രാമപ്രദേശത്തിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ലെബനാനിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ജനനിബിഡമായിരിക്കുന്ന ജനങ്ങളുമായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളും നല്ല ഒഴിഞ്ഞ ഏരിയകളാണ്. പ്രത്യേകിച്ച് കുന്നുകളുള്ള ഏരിയകളാണ്. കുന്നുകളാണ് ഇവർ കൂടുതൽ തിരഞ്ഞെടുക്കുക. അങ്ങനെ താഴ്വാരത്തേക്ക് നോക്കിയാൽ അവർക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ലെബനാന് ശേഷം പിന്നീട് സിറിയയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുക കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് സിറിയ ആയിരുന്നു. ആ സിറിയ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമണം. ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുടെ ഇത് കഴിഞ്ഞാൽ ലെബനാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം സിറിയ ആണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജോർദാൻ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും വലിയ എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. ഈ എതിർപ്പുള്ളത് ഒന്ന് ലെബനാനാണ്, ഒന്ന് സിറിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണം മാറിയത് വെച്ചാൽ കാഠിന്യമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും അവിടെയും എതിർപ്പ് ഉണ്ടാകുന്നതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ 2ാം ഘട്ട പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് ചുരുക്കം.